പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 36, 37, 38 വാക്യങ്ങൾ. പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാപിനിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്ന അറിഞ്ഞ് ഒരു വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്ന് പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു, തൈലം പൂശി. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 36 തൊട്ട് 50 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ പാപിനിയായ സ്ത്രീയുടെ കാര്യം രേഖപ്പെടുന്നു. അവളുടെ പാപം ക്ഷമിച്ചു കിട്ടുന്നതും അവൾക്ക് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നതും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് മോശ മരുഭൂമിയിൽ വെച്ച് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് പുറപ്പെടുവിക്കരുതേ. അപ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്റെ സാന്നിധ്യം ഇതിലൂടെ പോരും. ഇവിടെ നോക്കിക്കുക, യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഹല്ലേലൂയ പാപിനിയായ സ്ത്രീ അനുഭവിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് പാപബോധം വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യം വരുമ്പോൾ, ഹല്ലേലൂയ, ആ ദൈവസാന്നിധ്യത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറുമാകുകയാണെങ്കിൽ ദൈവാത്മാവ് നിങ്ങളെ ശുദ്ധീകരിച്ചെടുക്കും. ഈ പാപിനിയായ സ്ത്രീക്ക് ഒരു വിടുതൽ കൊടുത്തതുപോലെ ഇന്ന് പകൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരോട് പറയട്ടെ, ജീവിതത്തിൽ പാപത്തിൽ മുങ്ങിക്കുളിച്ചു കിടക്കുന്ന, പാപത്തിൽ അധീനരായി, പാപത്തിൽ അടിമയായി കിടക്കുന്ന ആരെല്ലാം യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നോ അവർക്കൊരു വിടുതലുണ്ട്. രക്തം ചെയ്യും. അപ്പൊ പരീശന്മാരിൽ ഒരുത്തന്റെ വീട്ടിൽ യേശു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ പാപിയായ ഒരു സ്ത്രീ ഹല്ലേലൂയ അവനെ കാണുന്നതിന് വേണ്ടി വന്നു. യേശുവിലുണ്ടായിരുന്ന ദൈവസാന്നിധ്യം അവൾക്ക് പാപബോധമുളവാക്കി. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ദൈവസാന്നിധ്യം ഈ വ്യക്തിയുടെ, ഈ സഹോദരിയുടെ, ഈ പാപിനിയായ സ്ത്രീയുടെ ഉള്ളിൽ പാപബോധമുളവാക്കി. അവൾ തേങ്ങി തേങ്ങി കരഞ്ഞു. മാത്രമല്ല, കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. അവളുടെ ഹൃദയം അരിഞ്ഞുപോയി. അവളുടെ കയ്യിലുണ്ടായിരുന്ന തൈലം അവന്റെ കാലിൽ പൂശി. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഓർത്തു നോക്കി, എത്ര വലിയ സാന്നിധ്യമാണ്, ദൈവസാന്നിധ്യമാണ് ആ സ്ത്രീ അനുഭവിച്ചത്. ഒരുപക്ഷെ അതിനു മുമ്പ് അവൾ അനവധി ആളുകളെ കണ്ടിരിക്കാം, അനവധി ആളുകളോട് അവളുടെ വിഷയങ്ങൾ പറഞ്ഞിരിക്കാം, അവിടെ മാനസികമായ പ്രയാസങ്ങളൊക്കെ പങ്കുവെച്ചേക്കാം. എല്ലാവരും കേട്ട് മാറി അവളെ പരിഹസിച്ചതല്ലാതെ അവൾക്ക് അതിനൊരു മോചനം ലഭിച്ചില്ല. എന്നാൽ പരീശന്മാരിൽ ഒരുവന്റെ ഹല്ലേലൂയ വീട്ടിൽ യേശു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞ്, ആ വാർത്ത അറിഞ്ഞ് വന്ന യേശുവിന്റെ പാദപീഠത്തിൽ അവളെ നിരിപ്പാൻ തയ്യാറായപ്പോൾ ഹല്ലേലൂയ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദൈവ സാന്നിധ്യം അവളുടെ ഹൃദയത്തിൽ പാപബോധം ഉളവാക്കിയെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, എന്നെ കേൾക്കുന്ന ശ്രോതാവി, ഇത് യേശുവിലേക്ക് കടന്നു വന്ന അവന്റെ പാദപീഠത്തിൽ നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നെങ്കിൽ ആ ദൈവസാന്നിധ്യം നിന്റെ ഉള്ളിൽ പാപബോധം ഉളവാക്കി നിനക്കൊരു മോചനം തരാൻ ദൈവം ആഗ്രഹിക്കുക. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഈ ദൈവത്തിനും വായിക്കുക, ചരിത്ര പശ്ചാത്തലം നോക്കി നമുക്ക് പോകാം. ഈ സംഭവം ലൂക്കോസിൽ മാത്രമുള്ളതാണ്. മർക്കോസ് 14:3 പറയുന്ന കുഷ്ഠരോഗിയായ ശീമോൻ ഇതല്ല. ഇവിടെ പാപിനിയായ സ്ത്രീ എന്ന് പറയുന്നുമില്ല. ഇവിടെ പറയുന്ന പാപിനിയായ സ്ത്രീ മഗ്ദലക്കാരി മറിയാണെന്ന് പറയുന്നവരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അതിന് വ്യക്തമായ തെളിവുകളൊന്നും കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് ഹല്ലേലൂയ നമുക്കത് ഉറപ്പിക്കാനും പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശീമോൻ യേശുവിന്റെ കാൽ കഴുകുകയോ ചുംബനം കൊടുക്കുകയോ തൈലം പൂശുകയോ ചെയ്തില്ല. യഹൂദന്മാരുടെ ആതിഥ്യ മര്യാദ അനുസരിച്ച് ഇതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ ശീമോൻ ചെയ്യാതിരുന്നതല്ല ഹല്ലേലൂയ പാപിനിയായ സ്ത്രീ ചെയ്തു. അപ്പൊ യഹൂദന്മാരുടെ ആതിഥ്യ മര്യാദ അനുസരിച്ച്, ആചാരം അനുസരിച്ച്
വീട്ടിൽ വരുന്നവരുടെ കാൽ തൈലം പൂശി കഴുകി തുടയ്ക്കുക എന്നുള്ള ഒരു പക്ഷെ ശീമോൻ ഇത് യേശുവിന് ചെയ്തില്ല. അപ്പൊ ശീമോൻ ചെയ്യാത്തതെല്ലാം എന്ത് ചെയ്തു? ഈ പാപിനെ ആശ്രയിച്ച് ചെയ്തു. രക്തം ചെയ്യും. പ്രൈസോ. എന്നോട് കാലുകൾ പിന്നിലേക്ക് നീട്ടി ഒരു വശം ചെരിഞ്ഞിരിക്കുന്ന യേശുവിന്റെ കാലിൽ അവൾ തന്റെ കണ്ണുനീർ ധാരധാരികമായി വീഴ്ത്തി. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആ പാദങ്ങൾക്ക് സമീപം നിന്നപ്പോൾ അവൾക്ക് കരയാതിരിക്കാൻ കഴിയില്ല. രക്തം ചെയ്യും. ഞാൻ പലപ്പോഴും പല മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് പല യോഗങ്ങൾക്കൊക്കെ കടന്നു പോകുമ്പോൾ ചില ആത്മാർത്ഥതയുള്ള യഥാർത്ഥമായി സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ചില മാതാപിതാക്കളൊക്കെ ദൈവത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില സഹോദരിമാരൊക്കെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ചിലരിലൊക്കെ വിഷയങ്ങൾ അവർ എന്നോട് സംസാരിച്ചിട്ടുമുണ്ട്. പ്രൈസ്. അവർ പറയുന്ന യേശുവിന്റെ പാദപീഠത്തിൽ വന്നിരിക്കുമ്പോൾ ആ പാദത്തെങ്കിലും ഇരുന്ന് കഴിയുമ്പോൾ ഹൃദയത്തിന്റെ വേദനകളും നൊമ്പരങ്ങളും എല്ലാം മാറി ജീവിതത്തിലെ തെറ്റുകളെല്ലാം ജീവിതത്തിൽ വെളിപ്പെട്ട് അവയേറ്റു പറഞ്ഞ് ആ യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്ന പാസ്റ്റർ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ണുനീരോടെ കരയുക. അല്ലേ ഈ സ്ത്രീ എന്ത് കണ്ണുനീരോടെ കരഞ്ഞ് ഹല്ലേലൂയ ആ പാദങ്ങൾ നനച്ചു. തന്റെ പ്രശംസാ വിഷയമായിരുന്ന ആ വലിയ തലമുടിക്കെട്ട് അവൾ അഴിച്ച് യേശുവിന്റെ കാൽ തുടച്ചു. അവിടെ തലമുടിക്കെട്ടെന്ന് പറഞ്ഞാൽ വളരെ പ്രശംസാ വിഷയമായിരുന്നു. പക്ഷെ അവൾ ആ തലമുടിക്കെട്ട് അഴിച്ചിട്ട് എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിന്റെ പാദങ്ങൾ തുടച്ചു, ശുദ്ധിയാക്കി. പ്രൈസ്. ഒരുപക്ഷെ ഇന്ന് ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് പക്ഷെ പാപിനിയായി സ്ത്രീ ചെയ്തത്. കാരണം അവൾ പാപിയാണ്. അവൾക്ക് അതിനകത്തൊരു മോചനം ആവശ്യമാണ്. യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിങ്ങൾ എത്ര അതിവിശുദ്ധയാണെന്ന് പറഞ്ഞു നടന്നാലും, അതിവിശുദ്ധനാണെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ അനവധി പാപ സ്വഭാവങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. ചില ആളുകളൊക്കെ പറയും, ഞാൻ പാപം ചെയ്യാറില്ല, ഞാൻ പാപം ചെയ്തിട്ടില്ല, എന്നിലൊരു പാപമില്ല എന്ന് ഒരു നല്ല ശതമാനം ആളുകളും പറയുന്നതാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങളൊരു പാപവും ചെയ്തിട്ടില്ല, ഒരു പാപവും ചെയ്യുന്നില്ല, നിങ്ങൾ അതിവിശുദ്ധയാണ്, നിങ്ങൾ വാതോരാതെ പറഞ്ഞാലും നിങ്ങളൊരു പാപിയാണ്. ഹല്ലേലൂയ. കാരണം നിങ്ങൾ ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം, ഈ ഭൂമിയിൽ ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പാപ സ്വഭാവങ്ങൾ കടന്നു വരാം. കുടുംബത്തിനകത്ത് ഭാര്യ, ഭർത്താക്കന്മാർ, മക്കൾ, അപ്പനമ്മവർ, അമ്മായിയമ്മ, മരുമോള്, നിങ്ങളുടെ നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, കൊടുക്കൽ വാങ്ങൽ, നിരൂപണത്തിലെ ക്രയവിക്രയങ്ങളില് ഒക്കെ ഒരുപാട് പാപ സ്വഭാവങ്ങൾ വരാം. ഇല്ലേ? അപ്പൊ നമ്മൾ അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അല്ലേലൂയ. നാം അതുകൊണ്ട് എത്ര അതിവിശുദ്ധയായിരുന്നാലും ജീവിതത്തിൽ പാപങ്ങൾ കടന്നു വരും. ആ പാപത്തെ കുറിച്ച് നിനക്ക് ബോധ്യം ഉണ്ടാകണമെങ്കിൽ, ആ പാപബോധന്റെ ഉള്ളിൽ ഉളവാകണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിലേക്ക് നീ വരണം. പാപിനിയായ സ്ത്രീ പാദപീഠത്തിലിരുന്ന് അവൾ കണ്ണുനീർ കൊണ്ടവനെ കാൽ നനച്ചു. ഹല്ലേലൂയ. അവളുടെ തലമുടികൾ കൊണ്ട് അവന്റെ കാൽ തുടച്ച് ശുദ്ധിയാക്കി. അവളുടെ കയ്യിലിരുന്ന പരിമള തൈലം യേശുവിന്റെ കാലിൽ പൂശിയതുപോലെ നീ ദൈവത്തിൽ വന്ന് താഴ്ന്നിത് കൊടുക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ ജീവിതത്തിനകത്ത് പാപബോധം ഉളവായി നിനക്ക് അതിന് മോചനം കിട്ടും. രക്തം ചെയ്യും. അപ്പൊ യേശുവിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് വലിയതാണ്. മോശ ദൈവ സാന്നിധ്യം അനുഭവിച്ചവരെ ഈ പാപിനിയായ സ്ത്രീയും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവവചനം പറയുന്നത് ശീമോന്റെ വീട്ടിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, വന്നിരുന്ന ഇവൾ ഈ കാര്യം പറഞ്ഞപ്പോൾ ശീമോൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ശീമോന്റെ മറുപടി, അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പാപിനിയെ അവര് സാക്ഷിയാക്കി ശീമോനെ തെളിയിച്ചു കൊടുത്തു. അവൾ വിലയേറിയ തൈലം യേശുവിന്റെ കാലിൽ ഒഴിച്ച് അവളുടെ സ്നേഹം പ്രകടമാക്കി. ആ വിലയേറിയ തൈലം വേണേ അത് അനേകർക്ക് വിൽക്കാമായിരുന്നു. പക്ഷെ അവൾ എന്ത് ചെയ്തു? ആ തൈലം യേശുവിന്റെ കാലിൽ ഒഴിച്ചു. ഹല്ലേലൂയ. അവളുടെ സ്നേഹം പ്രകടമാക്കി. അത് അവളെ യേശു പ്രശംസിച്ചു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം, ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ 47-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ചു കിട്ടിയവൻ
അല്പം സ്നേഹിക്കുന്നു. പിന്നെ അവൻ അവളോട്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനോട് കൂടെ പന്തിയിലിരുന്നവർ, പാപമോചനവും കൊടുക്കുന്ന ഇവനാ എന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി. അവനോ സ്ത്രീയോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകാൻ. പാപിനിയായ സ്ത്രീയോട് യേശു പറയുക എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം അവളിൽ പാപബോധം ഉളവാക്കി. ഹല്ലേലൂയ. അവൾ ആ പാദപീഠത്തിലിരുന്നു. അവൾ കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു. അവളുടെ പ്രശംസാ വിഷയമായിരുന്ന മുടിക്കെട്ടഴിച്ച് യേശുവിന്റെ പാദങ്ങൾ തുടച്ചു വൃത്തിയാക്കി അവളുടെ കയ്യിലിരുന്ന വിലയേറിയ ആ തൈലം യേശുവിന്റെ കാലിൽ പൂശി അവളുടെ സ്നേഹം അവൾ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. അത് യേശു കണ്ട് അവളുടെ പാപങ്ങൾ മോചിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന സ്നേഹിതേ, നിങ്ങൾക്കും അതേ അനുഭവത്തിലൂടെ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നെങ്കിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. അപ്പോൾ യേശുവോട് പറഞ്ഞത്, അവനോ സ്ത്രീയോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ചില ആളുകളൊക്കെ ഇന്നും അവനവന്റെ വിശ്വാസം അവനവനെ രക്ഷിക്കൂ എന്നുള്ള ചില മിഥ്യാധാരണകളൊക്കെ നിൽക്കുന്നുണ്ട്. യേശു പറഞ്ഞതുപോലെ ചിലർ പറയാറുണ്ട്, മിക്കവാറും അവനവന്റെ വിശ്വാസം അവനവനെ രക്ഷിക്കും എന്നുള്ള മിഥ്യാധാരണ പലർക്കും ആനെ ഉണ്ട്. പക്ഷെ യേശു പറഞ്ഞങ്ങനല്ല. നിന്റെ വിശ്വാസം ഹല്ലേലൂയ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നത്, കർത്താവിന്റെ ഈ വാക്കുകളിൽ നിന്നും ഉടലെടുത്തത് കർത്താവിലുള്ള അവളുടെ ഉറച്ച വിശ്വാസമാണ് അവളെ രക്ഷിച്ചത്. അപ്പൊ പാപിനിയായ സ്ത്രീയുടെ അവളുടെ ഹൃദയത്തിലുള്ള യേശുവിനുള്ള ഉറച്ച വിശ്വാസമാണ് അവൾക്ക് ആ പാപമോചനം കിട്ടിയത്. ഹല്ലേലൂയ. അപ്പം യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പ്രസംഗിക്കുകയും ചെയ്യുകയും പാപം ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്ന അനവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, പാപിനിയായ സ്ത്രീക്ക് പാപമോചനം കിട്ടിയതുപോലെ നീ അനുതാപത്തോടെ യേശുവിന്റെ പാദപീഠത്തിൽ വന്നിരുന്ന് പാപമോചനം പ്രാപിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനായി ഹല്ലേലൂയ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ അവൾ ചെയ്ത കാര്യങ്ങൾ ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഈ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്. നഹൂമിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നഹൂമിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവന്റെ മുമ്പിൽ പർവ്വതങ്ങൾ കുലുങ്ങുന്നു, കുന്നുകൾ ഉരുകിപ്പോകുന്നു, അവന്റെ സന്നിധിയിൽ ഭൂമി ഞെട്ടിപ്പോകുന്നു. അല്ലയോ, മഹീതലവും അതിന്റെ സകല നിവാസികളും തന്നെ. അപ്പം ദൈവസാന്നിധ്യം എവിടെ വരുന്നോ ആമേൻ, ആ ദൈവസാന്നിധ്യം വരുന്നിടത്ത് പർവ്വതങ്ങൾ കുലുങ്ങും. ഹല്ലേലൂയ. കുന്നുകൾ ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഉരുകിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവോത്തരം പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നിനവയോട് ദൈവം കോപിക്കുന്ന നിനവയുടെ പാപത്തെക്കുറിച്ചും നഹൂമിലൂടെയും വെളിപ്പെടുത്തി തരുമ്പോൾ നിനവയുടെ മാനസാന്തരത്തെക്കുറിച്ച്. അപ്പം ദൈവസാന്നിധ്യം നിനവെ പട്ടണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നിനവയിലെ ജനത്തിന്റെ അകൃത്യങ്ങൾക്ക് പരിഹാരം യേശു കൊടുത്തു. 1,20,000 ചില്ലുവാനും ജനം പാപത്തിൽ നശിക്കുന്നത് കണ്ട് അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ യോനയെ ആമേനലിയ നിനവയിലേക്ക് അയച്ചുവെങ്കിലും യോന നിനവയിലേക്ക് പോകാതെ തർശീശിലേക്ക് കപ്പൽ കയറി ആ യോനെ ആമീൻ അല്ലെ കപ്പലിൽ ആമീൻ യോനയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ കടലും കോളും ആമീൻ ആഞ്ഞടിച്ചപ്പോൾ ആമീൻ കപ്പൽ ഉടമകളൊക്കെ എന്ത് ചെയ്തു? യോനയെടുത്ത് കടലിലേക്ക് ഇട്ടു. യോനയെ വിഴുങ്ങാൻ ദൈവം കൽപ്പിച്ചിരുന്ന മത്സ്യം യോനയെ വിഴുങ്ങി 3-ാം ദിവസം കൊണ്ട് കരയ്ക്ക് ശബ്ദിച്ച് ആ യോന വീണ്ടും നിലവിൽ ചെന്ന് പ്രസംഗിച്ചതിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അവൻ പ്രസംഗിച്ചതിന്റെ ആദ്യ നാളുകളിൽ തന്നെ, ആദ്യ ദിവസങ്ങളിൽ തന്നെ നിലവിലെ ജനത്തിന്റെ രാജാക്കന്മാർ അടക്കമുള്ളവരുടെ ഹൃദയത്തിനകത്ത് ദൈവ സാന്നിധ്യം വന്നു. ആ ദൈവ സാന്നിധ്യം ഇവരെ പാപബോധത്തിലേക്ക് വന്നു. രാജാവും ജനങ്ങളും മൃഗങ്ങളും അടക്കം ഒന്നിച്ച് ഉപവാസം പ്രസിദ്ധമാക്കി. ഹല്ലേലൂയ. അത് മുഖാന്തരം നിലവിലേക്ക് വരുത്തു എന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ച് 1,20,000 ചില്ലുവാനും ജനങ്ങൾക്ക് പാപമോചനം കൊടുത്തു. അത് നിലവിലും ദൈവ സാന്നിധ്യം വന്നു കഴിഞ്ഞപ്പോൾ അവിടെയും ജനത്തിന് പാപമോചനം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങിയാൽ, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങിയാൽ, നീ കടന്നു പോകുന്ന മേഖലയിൽ ദൈവസാന്നിധ്യം ഇറങ്ങിയാൽ, നിന്റെ ജീവിതത്തിന്റെ സകല കുറവുകളിൽ നിനക്ക് ഏറ്റു പറഞ്ഞ് ആമേൻ ദൈവത്തോട് നീതീകരണം പ്രാപിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് നമ്മൾ ദൈവത്തിനൊക്കെ വായിക്കും പഠിക്കുകയും ചെയ്യുമ്പോൾ അനവധി ഭക്തന്മാരുടെ ഭവനങ്ങളിൽ ന്യായവിധിക്ക് വിധേയപ്പെട്ട പോകുന്നത്. അനവധി ഭക്തന്മാർ വിശ്വാസത്തിന്റെ മറവിൽ വിശ്വാസികൾ എന്ന് പറയുകയും വിശ്വാസത്തിന്റെ വേഷഭൂഷാദികൾ അണിഞ്ഞ് ജനത്തിന്റെ മുമ്പിൽ കാപട്യം കപട നാടകം അഭിനയിക്കുന്ന അനവധി ഭക്തന്മാരുടെ കുടുംബം ഇന്ന് ദൈവത്തിന്റെ ന്യായത്തിന് നൽകില്ല. ഹല്ലേലൂയ. അവര് പറയും ഞങ്ങൾക്ക് സ്വർഗം കിട്ടും, ഞങ്ങൾ സ്വർഗത്തിലേക്ക് എത്തും, ഞങ്ങൾ ദൈവസ്ഥനിൽ എത്തുമെന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അവരെ കുറിച്ച്, അവരുടെ ജീവിതത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരമ കുടുംബത്തിലുണ്ട് എന്ന് അവരുടെ സ്വഭാവം കൊണ്ട്, ജീവിതം കൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിയും. ഇന്ന് പകലിൽ ദൈവവചനം കേൾക്കുന്ന പരിശ്രമാവേ, നിങ്ങളൊരു ദൈവഭക്തനാണെങ്കിൽ, നിങ്ങളൊരു ദൈവഭക്തയാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിനകത്തും ദൈവത്തിന്റെ ന്യായവിധിയുടെ കരമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ന്യായവിധി വെളിപ്പെടും നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, അല്ലയ്യ, നിന്റെ ഉള്ളിലെ പാപങ്ങളെ നീ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ആ പാദപീഠത്തിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിക്കണം. യേശുവിന്റെ പാദപീഠത്തിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിക്കണം. പ്രൈസലോ. അല്ലെങ്കിൽ ഞാനത് പറയാൻ കാരണം എനിക്കറിയാം അനവധി ഭക്തന്മാർ പാപത്തിൽ ജീവിക്കുന്നത് എനിക്കറിയാം. അനവധി ഭക്തന്മാർ അവർ നന്നായിട്ട് ദൈവവചനം പ്രസംഗിക്കുന്നവരും ദൈവവചനം ഉപദേശിക്കുന്നവരും അവർ ജനത്തെ പഠിപ്പിക്കുന്നവരും വളരെ ഭക്തിയുടെ വേഷഭൂഷാദികൾ അടിഞ്ഞ് ജീവിക്കുന്നവരും. പക്ഷേ അവരുടെ ഉള്ളു മുഴുവൻ പാപമാണ്. അല്ലേ? അവരുടെ ഹൃദയം മുഴുവൻ കഠിനപ്പെട്ടിരിക്കുന്നു. അവരുടെ സംസാരത്തിനകത്ത്, നോട്ടത്തിനകത്ത്, കേൾവിക്കകത്ത് ദൈവസാന്നിധ്യമില്ല. അവർക്ക് ദൈവസാന്നിധ്യത്തോട് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള അനവധി ആളുകളോട് ഹല്ലേലൂയ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത സ്തോത്രം, നിങ്ങൾ ദൈവത്തിലേക്ക് കടന്നു വന്ന പാപിനിയായ സ്ത്രീ യേശുവിന്റെ കാൽ ഹല്ലേലൂയ കണ്ണുനീർ കൊണ്ട് നനച്ച് അവളുടെ തലമുടി കൊണ്ട് അവന്റെ കാല് തുടച്ച് വൃത്തിയാക്കി കയ്യിലെ തൈലം യേശുവിന്റെ കാലിൽ പൂശി അവക്ക് പാപബോധം ഉളവായി യേശുവുള്ള പാപം ക്ഷമിച്ചു കൊടുത്തതുപോലെ ഇന്ന് പകൽ നിങ്ങൾ യേശുവിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ആ മോചനം കിട്ടും കേട്ടോ. രക്തം ചെയ്യും. നമ്മൾക്ക് ഈ ഭൂമി ജീവിച്ച് നമ്മുടെ അല്ലെങ്കിൽ നിത്യത നഷ്ടപ്പെടുത്തി കളയരുത്. ഈ ഭൂമി ജീവിച്ച് നമ്മൾ നിത്യതയിൽ എത്തിച്ചേരണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വേർതിരിച്ച് ദൈവത്തിന്റെ മകനായി മകളാക്കി മാറ്റുന്നതിന് ഉദ്ദേശം രക്തം ചെയ്യാം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവരാജ്യത്തിൽ നാം എത്തണമെന്നുള്ളതാണ്. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ മഹത്വം നാം അനുഭവിക്കുവാൻ കോടാനുകോടി ദൂതന്മാരും ഗരുവുകളും സാറാഫുകളും വിശുദ്ധന്മാരും അടങ്ങിയ വലിയ സംഘത്തിൽ ഹല്ലേലൂയ വലിയ കൂട്ടത്തിൽ ഞാനും നിങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. രക്തം ജയം. അവിടെ ആ ദൈവസാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ ഭൂമി ദൈവസാന്നിധ്യം അനുഭവിച്ച് വിശുദ്ധ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വിശുദ്ധ ജീവിതം നയിച്ചെങ്കിലേ ആ സ്വർഗത്തിലെത്താൻ കഴിയുള്ളൂ, യേശുവിന്റെ അരികിൽ എത്താൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിൽ നമുക്ക് എടുക്കപ്പെടാൻ കഴിയുള്ളൂ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കർത്താവ് നമുക്ക് അനവധി കൽപ്പനകൾ തരുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ സ്തോത്രം, പാപിനിയായ സ്ത്രീക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞു. നിനവയിലെ ജനങ്ങൾ ഹല്ലേലൂയ പാപസാന്നിധ്യം പാപത്തിന്റെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർക്കും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞു. അല്ലേ? അപ്പം പാപം എവിടെയുണ്ടോ അവിടെ നാശമുണ്ട്. പാപം എവിടെയുണ്ടോ അവിടെ അക്രമമുണ്ട്. പാപം എവിടെയുണ്ടോ അവിടെ ദൈവത്തിന്റെ ന്യായവിധിയുണ്ട്. ഹല്ലേലൂയ. അതിൽ നിന്നൊരു മോചനം. അപ്പൊ മോശയും വീണ്ടും ദൈവസാന്നിധ്യം അനുഭവിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. മോശ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതിനെ കുറിച്ച് പുറപ്പാട് പുസ്തകം 34 അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കും. ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, മുമ്പിലത്തെ പോലെ 2 കൽപ്പലക ചെത്തിക്കൊള്ളുക. എന്നാൽ നീ പൊട്ടിച്ചു കളഞ്ഞ മുമ്പിലത്തെ കൽപ്പലകയിൽ ഉണ്ടായിരുന്ന വചനങ്ങളെ ഞാൻ ആ പലകയിൽ എഴുതും. നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായി പർവ്വതത്തിൽ കയറി പർവ്വതത്തിന് മുകളിൽ എന്റെ സന്നിധിയിൽ വരണം. ഹല്ലേലൂയ. അപ്പം പർവ്വതത്തിന് മുകളിൽ മോശ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ ആ ദൈവസാന്നിധ്യത്തിലേക്ക് മോശയെ ദൈവം ക്ഷണിക്കുക. കാരണം മുമ്പ് മോശയുടെ കയ്യിലുണ്ടായിരുന്ന കൽപ്പലകയിൽ എഴുതി കൊടുത്ത വചനം, ഹല്ലേലൂയ, ആ വചനവുമായി മോശ താടി ഇറങ്ങി വന്നപ്പോൾ ജനത്തിന്റെ പാപം കണ്ട് മോശയെ പലക പൊട്ടിച്ചുടച്ച് കളഞ്ഞ് അത് ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം പറഞ്ഞു, മോശ നീ രണ്ടാമത് വീണ്ടും കൽപ്പലകയുമായി പർവ്വതത്തിലേക്ക് വാ. നീ ചെയ്ത
തെറ്റുകൾ, നിന്റെ ഉള്ളിലെ ആമീൻ ആ ദേഷ്യത്തിന്, ആ കോപത്തിന് ചെയ്തതിനെ ഞാൻ നിന്നോട് ക്ഷമിക്കുകയും നിനക്കെന്റെ ആമീൻ സാന്നിധ്യം അനുഭവിക്കുവാനും വീണ്ടും ഞാൻ മുമ്പിലത്തെ പോലെ കൽപ്പലകയില് ആ വചനങ്ങൾ എഴുതി തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മോശം പറയുക, നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായി പർവ്വതത്തിന്റെ മുറങ്ങളിൽ സന്നദ്ധ വേണം. അപ്പൊ നിന്നോട് കൂടെ ആരും കയറരുത്, പർവ്വതത്തിലെങ്ങും ആരെയും കാണരുത്, പർവ്വതത്തിൽ അരികെ ആടുകളോ കന്നുകാലികളോ മേയുകയും അരുത്. അങ്ങനെ മോശ മുമ്പിലത്തെ പോലെ 2 കൽപ്പലകൾ ചെത്തി അധികാലത്ത് എഴുന്നേറ്റ് യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ സീനായി പർവ്വതത്തിൽ കയറി. കൽപ്പലക 2 അവന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ യഹോവ മേഘത്തിൽ ഇറങ്ങി ഇറങ്ങി അവിടെ അവന്റെ അടുക്കൽ നിന്നു യഹോവയുടെ നാമത്തെ ഘോഷിച്ചു. കണ്ടോ? അപ്പൊ മോശയോട് ദൈവം പറഞ്ഞതനുസരിച്ച് മോശ പർവ്വതത്തിന് മുകളിൽ ചെന്നപ്പോൾ യഹോവയായി ദൈവം മേഘത്തിൽ ഇറങ്ങി അവിടെ നിന്നു. അപ്പൊ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന മോശ, അതായത് എന്നെ കേൾക്കുന്ന പ്രശ്നം, നാം ദൈവ സാന്നിധ്യം അനുഭവിക്കണം. ഈ വചനമൊക്കെ വായിക്കും പുതിയ കൽപ്പനകളാണ്. ഇസ്രായേൽ ജനം ചെയ്ത പാപത്താൽ കോപിഷ്ഠനായ മോശെ ദൈവം നൽകിയ കൽപ്പനകൾ 2 എറിഞ്ഞുടച്ച് കളഞ്ഞതിന് പകരമായി വേറെ 2 കൽപ്പനകൾ മോശെ തന്നെ ചെത്തി എടുത്ത ദൈവത്തിന് സീനായി പർവ്വതത്തിൽ കയറി ചെല്ലുവാൻ ദൈവം ആവശ്യപ്പെട്ടു. ആദ്യ ഉടമ്പടിയിലെ സമയം പോലെ തന്നെ മോശ രണ്ടാമതും 40 ദിവസം പർവ്വതത്തിൽ കഴിച്ചു കൂട്ടേണ്ടതായി വന്നു. അത്രയും ദിവസങ്ങൾ ദൈവസന്നിധിയിൽ മോശ ഇരുന്നതിന്റെ ഫലമായി അവന്റെ മുഖത്ത് ഇസ്രായേൽ ജനത്തിന് നോക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആ മുഖം ആമീൻ പ്രകാശമുള്ളതായി, ദൈവ തേജസ്സുള്ളതായി മാറി. അപ്പം നമ്മളും ദൈവസന്നിധി ഇരുന്നാൽ നാം തിരുസാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. അതേ സ്നേഹിതരെ, നിങ്ങൾ ദൈവ സാന്നിധ്യം അനുഭവിക്കണം. ഈ ലോകത്തിന്റെ ഒരു സാന്നിധ്യം അനുഭവിക്കരുത്. ഇവിടുത്തെ പാപസുഖങ്ങളുടെ സാന്നിധ്യം അനുഭവിക്കരുത്. ഇവിടുത്തെ ജഡിക സുഖങ്ങളുടെ സാന്നിധ്യം അനുഭവിക്കരുത്. നിങ്ങളെ പാപത്തിലേക്ക് നയിക്കുവാൻ, പാപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ, നിങ്ങളെ അക്രമത്തിലേക്ക് കൊണ്ടുപോകാൻ, അരാജകത്വത്തിലേക്ക് കൊണ്ടുപോകാൻ സാത്താന്യ ശക്തികൾ നിങ്ങൾക്ക് ചുറ്റും കൂട്ടുകൂടും. നിങ്ങളെ വഴിതെറ്റിച്ച് കളയുവാൻ, നിങ്ങളുടെ വിശ്വാസത്തെ തകർക്കുവാൻ, നിങ്ങളുടെ ഉള്ളിൽ ദൈവം എഴുതിയിരിക്കുന്ന ന്യായപ്രമാണത്തെ തുടച്ചു നീക്കുവാൻ, കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസം നിന്നെ പറിച്ചു മാറ്റുവാൻ വേണ്ടി പിശാച് പലതും നിനക്ക് നേരെ കൊണ്ടുവരും. പ്രലോഭനം തരും. സ്തോത്രം. രക്തം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ആ പ്രലോഭനത്തിലൊന്നും വീഴരുത്. രക്തം ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിക്ഷേപിച്ചിരിക്കുന്ന ആ വലിയ ദൈവ സാന്നിധ്യം, ദൈവകൃപയും ആ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ നിങ്ങൾ പ്രാപിക്കണമെങ്കിൽ നീ ദൈവത്തോട് ചേർന്നിരിക്കണം. അപ്പം മോശയോട് കൽപ്പിച്ചതുപോലെ മോശ അതിരാവിലെ ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്ന ഒരു സ്വഭാവം മോശയ്ക്കുണ്ടായിരുന്നു. അതായത് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിരാവിലെ എഴുന്നേറ്റ് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടാകണം. നീയും നിന്റെ കുടുംബവും നിന്റെ മക്കളും അതികാലത്ത് എഴുന്നേക്കണം. അതികാലത്ത് എഴുന്നേക്കെന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ 5 മണിക്കെങ്കിലും നിങ്ങൾ എഴുന്നേറ്റ് നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും അപ്പനും അമ്മയും ഒന്നിച്ചിരുന്ന് ദൈവസനിൽ പാട്ടുപാടി ആരാധിച്ച് വചനം വായിച്ച് മക്കളെ പഠിപ്പിച്ച് ഉപദേശം കൊടുത്ത് അന്നത്തെ ദിവസം നേരായ പാതയിലൂടെ നടക്കാനുള്ള ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ കുടുംബമായിട്ട് ദൈവ സാന്നിധ്യം അനുഭവിക്കണം. അപ്പൊ നിങ്ങൾ കുടുംബമായിട്ട് എന്ത് ചെയ്യണം? ആ ദൈവ സാന്നിധ്യം അനുഭവിക്കണം. അങ്ങനെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന അനവധി ഭക്തന്മാരുടെ വീടുകളുണ്ട്. അനവധി ഭക്തന്മാരെ നമുക്ക് കാണുവാനും കഴിയും. അതിലൊരുവൻ നിങ്ങളായിരിക്കട്ടെ. അതിരാവിലെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ഭവനം നിന്റേതാകട്ടെ. അതിരാവിലെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന തലമുറ നിങ്ങളുടേതാകട്ടെ. ഇന്ന് പകൽ അതിനുവേണ്ടി നീ ഒരുക്കമുണ്ടെങ്കിൽ സ്തോത്രം. പാപിനിയായ സ്ത്രീ ആ ദൈവ സാന്നിധ്യം അനുഭവിച്ച പോലെ, നിലവിലെ ജനം ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചതുപോലെ, മോശ ദൈവ സാന്നിധ്യം അനുഭവിച്ചതുപോലെ നിനക്കും ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. രക്തം ചെയ്യും. അപ്പം ഇവിടെ നിങ്ങളുടെ കുടുംബം അതിനു വേണ്ടി ഒന്ന് വിട്ടുകൊടുക്കണം. ഇവിടെ മോശയുടെ ദൈവം പറയാണ്, രാവിലെ തന്നെ ദൈവസന്നിധിയിൽ വന്ന് നിൽക്ക എന്ന് ദൈവം പറഞ്ഞു. അവൻ സന്നിധാനത്തിൽ ആ ദൈവ സന്നിധാനത്തിൽ ചെല്ലുന്ന ശീലമുള്ള ഒരാൾക്കും മാത്രമേ സ്തോത്രം മാത്രമേ ദൈവ കൽപ്പനകളെയും പ്രമാണങ്ങളെയും കാത്തുകൊള്ളുവാൻ സാധിക്കുകയുള്ളൂ.
അപ്പൊ മോശ അതിരാവിലെ ഒരുങ്ങി, രാവിലെ തന്നെ ഒരുങ്ങി പർവ്വതത്തിൽ ചെന്നതുപോലെ അതിരാവിലെ തന്നെ ഒരുങ്ങി ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നവർക്കും മാത്രമേ ഹല്ലേലൂയ സ്തോത്രം ദൈവകൽപ്പനകളെയും പ്രമാണങ്ങളെയും പ്രാപിക്കുവാൻ ഉള്ളിൽ കൊണ്ടു നടക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ, ആമി സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവസാന്നിധ്യം, ഹല്ലേലൂയ. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ നിന്നും വായിക്കുമ്പോൾ കാണുന്നുണ്ട്, എബ്രായ ലേഖനം ഹല്ലേലൂയ സ്തോത്രം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 9-10 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല, അവർ എന്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. എന്നിട്ട് കർത്താവ് പറയാണ്, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായിരിക്കും. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ പിതാക്കന്മാർക്ക് ദൈവസന്നിധിയിൽ ഉറച്ചു നിൽപ്പാൻ കഴിഞ്ഞില്ല. പഴയ നിയമത്തിൽ പലർക്കും ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുവാനോ ദൈവം കൊടുത്ത പ്രമാണം അനുസരിക്കാനോ കഴിയാതെ അവർ പാപത്തിൽ വീണു. ആ പാപത്തിൽ വീണതിൻ്റെതായ സാഹചര്യങ്ങളൊക്കെ വിവിധ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള ന്യായവിധി അവർ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യേശു പറയുക, പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഈ കാലം കഴിഞ്ഞ ശേഷം ഹല്ലേലൂയ ഞാൻ ഇസ്രായേലോട് ചെയ്യുവാനിക്ക് നിയമം ഇങ്ങനെയാ, അല്ലെ ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയത്തിൽ എഴുതുവെന്ന്. പ്രൈസ്. എന്നിട്ട് കർത്താവ് പറയാ, ഞാൻ അവർക്ക് ദൈവമായി അവർ എനിക്ക് ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായിരിക്കും. ഈ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഈ വചനത്തിന്റെ ഭാഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഈ എബ്രായ ലേഖനം 8-ാം അധ്യായം അതിന്റെ 7-13 വാക്യം വായിക്കുമ്പോൾ വിശേഷതയേറിയ പുതിയ നിയമത്തിന്റെ 8-ാമത്തെ ഉടമ്പടിയാണ് കാണുന്നത്. അപ്പം വേദപുസ്തകം അനവധി ഉടമ്പടികളെ 8 തരത്തിൽ ശക്തമായ ഉടമ്പടികൾ കൊടുത്തതിൽ അവസാന ഉടമ്പടിയാണ് പുതിയ നിയമത്തിൽ എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് 8 ഉടമ്പടികളിലേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് അപ്പൊ അവസാനമായി നമുക്ക് തന്നിരിക്കുന്ന ഉടമ്പടിയിൽ പിതാക്കന്മാർ ദൈവത്തോട് ചെയ്തതുപോലെയുള്ള പാപം ചെയ്യാതെ നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ആ ദൈവസാന്നിധ്യം അനുഭവിക്കണം. ഹല്ലേലൂയ, രക്തം ചെയ്യാം. ആ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ദൈവത്തിന്റെ ന്യായപ്രമാണം നമ്മുടെ ഉള്ളിലാക്കി നമ്മുടെ ഹൃദയത്തിൽ എഴുതി നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമുക്ക് ദൈവമായി നാം അവന്റെ ജനമായി തീരണം. പ്രൈസലോ. അപ്പം ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ വേണ്ടി കർത്താവ് നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നുവെന്ന് ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ജീവിതം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെ നടക്കേണ്ടതാണ്. ജീവിതം എന്ന് പറയുന്നത് ദൈവസാന്നിധ്യം അനുഭവിച്ച് പോകേണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവേ, നമുക്ക് ആ ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നേടിയതൊന്നും ഹല്ലേലൂയ നമ്മുടെ സ്വന്തമല്ലെന്ന്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നേടിയതൊന്നും നമ്മുടെ സ്വന്തമല്ല. നമ്മൾ സ്വന്തമാണെന്ന് പറയുന്നതും നമ്മൾ സ്വന്തമാണെന്ന് അവകാശം പറയുന്നത് നമ്മൾ സ്വന്തമായി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നൊരു ദിവസമുണ്ട്. ഒരുപിടി ചാരമാകുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നഷ്ടപ്പെട്ടു പോകാത്തതും ഒരുപിടി ചാരമായി തീരാത്തതും ഹൃദയത്തിൽ എന്നും സന്തോഷിക്കുവാൻ കഴിയുന്നതുമായ ദൈവത്തിന്റെ വചന ന്യായപ്രമാണം നമ്മുടെ ഉള്ളിൽ എഴുതി നമ്മുടെ ഹൃദയങ്ങൾ എഴുതി ആ ദൈവസാന്നിധ്യം ഞാൻ നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ ഹല്ലേലൂയ നമുക്ക് സ്വർഗീയ സന്തോഷം പ്രാപിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും. അല്ലേ? അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടു പോകാത്തത് ഒന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം ദൈവ സാന്നിധ്യമാണ്. ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് നഷ്ടപ്പെടുന്നതിന്റെ പിന്നാലെ അല്ല നീ യാത്ര ചെയ്യേണ്ടത്, നഷ്ടപ്പെടാത്തത് എന്താണെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകാത്ത ഒന്നുണ്ടെങ്കിൽ ഇവിടെ കർത്താവിന്റെ സാന്നിധ്യമാണ്. പ്രൈസലോ. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഏത് കഷ്ടങ്ങൾ വന്നാലും ഏത് വേദനകൾ വന്നാലും ദൈവസാന്നിധ്യം കൊണ്ടോ അവിടെ നമുക്ക് സമാധാനമാണ്.
നമ്മൾ ഈ തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോൾ ഈ RCC സെന്ററൊക്കെ ഒന്ന് സന്ദർശിച്ച് അവിടെ കിടക്കുന്ന രോഗികളെയൊക്കെ ഒന്ന് കാണാം, ക്യാൻസർ പേഷ്യന്റുകളൊക്കെ ഒന്ന് കാണണം. അല്ലേരിയ അതിനകത്ത് അനവധി ദൈവമക്കളുണ്ട്. അല്ലേരിയ അനവധി ദൈവമക്കളൊക്കെ ഇതിനകത്ത് ക്യാൻസർ പേഷ്യന്റ് അവിടെ വന്ന് ചികിത്സ തേടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരും അവരെ നോക്കാൻ വരുന്നവരും സംരക്ഷിക്കുന്നവരും അപ്പോൾ തന്നെ അനവധി ദൈവദാസിദാസന്മാർ നിരന്തരം അവിടെ സന്ദർശകരായിട്ടുണ്ട്. അങ്ങനെ അവരുടെ ചെന്ന് അങ്ങനെ രോഗത്താൽ കഠിന വേദന അനുഭവിക്കാൻ, ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ കഠിനമായ വേദന, എത്ര മരുന്ന് കഴിച്ചാലും എത്ര ഗുളി കഴിച്ചാലും ആശ്വാസമില്ലാതെ കൊടിയ വേദന അനുഭവിക്കുന്ന അനവധി ആളുകളോട് ദൈവസാന്നിധ്യം പറയുമ്പോൾ, ദൈവകൃപയെക്കുറിച്ച് പറയുമ്പോൾ, ദൈവവചനം പറയുമ്പോൾ, ദൈവത്തിന്റെ പ്രമാണത്തെക്കുറിച്ച് പറയുമ്പോൾ, ഹല്ലേലൂയ, അവരൊക്കെ ദൈവസാന്നിധ്യം അനുഭവിച്ച് വേദനകൾ മറന്ന് അവിടെ സങ്കടങ്ങൾ മറന്ന് യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന സാഹചര്യം തിരുവനന്തപുരത്തൊക്കെ ചെന്ന് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം വേദനയുടെ നടുവിലും ഈ സുവിശേഷം ദൈവസാന്നിധ്യമാണ്. അല്ലേ? അതിപ്പം തിരുവനന്തപുരത്ത് RCC സെന്റർ തന്നെ പോകണം. നമ്മുടെ കേരളത്തിലുള്ള നല്ല മെഡിക്കൽ കോളേജുകളൊക്കെ ഒന്ന് കയറി നോക്കിയാൽ മതി. അല്ലേ? എത്ര കഷ്ടം സഹിക്കുന്നവർ, എത്ര വേദന അനുഭവിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്നവർ, പാപഭാരമായ ജീവിതത്തിൽ എവിടെ നിന്ന് മോചനം കിട്ടുമെന്ന് അറിയാതെ സൗഖ്യത്തിന് വേണ്ടി ഓടി നടക്കുന്ന വലിയ കൂട്ടം ജനത്തെ കാണാൻ കഴിയും. അല്ലേ? അവർ ഓടിയിട്ടും ഒരു സൗഖ്യം കിട്ടാതെ നിരാശരായി ദുഃഖിതരായിരിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന് ആത്മാവ് പറയുകയാണ്, പാപിനിയായ സ്ത്രീ യേശുവിന്റെ അരികിൽ പിറകിൽ വന്ന് നിന്നുകൊണ്ട് അവൾ കണ്ണുനീർ കൊണ്ട് യേശുവിന്റെ പാദം നനച്ചു. അവളുടെ പ്രശംസാ വിഷയമായി മുടിക്കെട്ടഴിച്ച് യേശുവിന്റെ കാൽ തുടച്ച് ശുദ്ധിയാക്കി അവളുടെ കയ്യിലുണ്ടായിരുന്ന തൈലം പൂശി. അല്ലരിയ യേശു കണ്ടിട്ട് അവളോട് പറഞ്ഞു, നിന്റെ പാപം ഞാൻ മോചിച്ചെന്നിരിക്കുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകാൻ അവളോട് യേശു പറഞ്ഞതുപോലെ ഇന്ന് പകൽ ഈ ദൈവവചനം കേൾക്കുന്ന ശ്രോതാവി, ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ പാപിനിയായ സ്ത്രീയെപ്പോൾ യേശുവിലേക്ക് വന്ന പാദപീഠത്തിലിരുന്ന് നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിന്റെ ഉള്ളിലെ പാപബോധം നിനക്ക് വെളിപ്പെട്ട് ഹല്ലേലൂയ അവയെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ നമ്മളൊക്കെ കർത്താവിനോട് ചേർന്ന് നടക്കണം. നമ്മളെ കർത്താവ് വിളിച്ചത് എന്തിനാ? യേശുവിനോട് ചേർന്ന് നടക്കാനാ. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് എന്തിനാണ് ഇവിടെ ഭക്തയായിട്ട് നിർത്തിയിരിക്കുന്നത്? ദൈവസാന്നിധ്യം അനുഭവിച്ച് മറ്റുള്ളവരിലേക്ക് ഈ ദൈവസാന്നിധ്യം പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, സ്തോത്രം. നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ, ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, ക്രൈസ്തവ സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങളിലുള്ള ജനത്തെക്കുറിച്ച് നാം പഠിച്ചു നോക്കിയാൽ ഹല്ലേലൂയ അവർ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നെങ്കിലും, ക്രൈസ്തവരാണെങ്കിലും, ക്രൈസ്തവർ എന്ന പേരുണ്ടെങ്കിലും പലരും ഉള്ളിൽ പാപം വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഹല്ലേലൂയ. പേരുകൊണ്ട് ക്രൈസ്തവനായതുകൊണ്ട് കാര്യമില്ല, പേരുകൊണ്ട് ക്രൈസ്തവ ചിന്തയിൽ നടന്നതുകൊണ്ട് കാര്യമില്ല. ജീവിതം കൊണ്ട് യഥാർത്ഥ ക്രൈസ്തവനായി മാറണം. ജീവിതം കൊണ്ടും സ്വഭാവം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവനായിരിക്കണം. പാപിനിയായ സ്ത്രീ പാപമോചനം പ്രാപിച്ച പോലെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവളായിരിക്കണം. ഹല്ലേലൂയ. അല്ലാതെ നമുക്ക് ഈ ക്രൈസ്തവനാണെന്ന് പറഞ്ഞു നടന്നുകൊണ്ട് നമുക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട്, ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടതുകൊണ്ടോ, ക്രിസ്ത്യൻ മാതാപിതാക്കൾ നമുക്കുള്ളത് കൊണ്ടോ, ഒരു ക്രിസ്ത്യൻ പേര് നമുക്കുള്ളത് കൊണ്ടോ, നാം ക്രിസ്ത്യൻ പള്ളികളിൽ പോയത് കൊണ്ടോ, അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മൾ ചെയ്തത് കൊണ്ടോ നമുക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ചെല്ലാനാണെങ്കിൽ ലോകത്തിൽ എല്ലാവരും ദൈവരാജ്യത്തിൽ ചെല്ലും. പക്ഷെ ദൈവരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ പാപിനിയായ സ്ത്രീ തന്റെ തെറ്റുകളെ കുറിച്ച് ബോധ്യം വന്ന തെറ്റിൽ നിന്ന് മോചനം പ്രാപിച്ചതുപോലെ നമ്മുടെ തെറ്റിനെ തിരുത്തുവാൻ കഴിയണം. ഹല്ലേലൂയ. രക്തം ചെയ്യും. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പാപത്തിൽ നിന്ന് മോചനമാണ് ആവശ്യം. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിനക്ക് പാപത്തിൽ നിന്ന് മോചനമാണ് ആവശ്യം. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ എന്റെ വീട്ടിൽ പാപമില്ലെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു എന്ന് നിങ്ങൾ പറയായിരിക്കും. നിന്റെ വീട്ടിലാ പാപമുള്ളത്, നിന്റെ ജീവിതത്തിലാ പാപമുള്ളത്, നിന്റെ മക്കളിലെ പാപമുള്ളത്, നിന്റെ ഭാര്യയിലെ പാപമുള്ളത്, നിന്റെ നിന്റെ അപ്പനെ പോലെ പാപമുള്ളത്, നിന്റെ കുടുംബത്തിൽ പാപം വസിക്കുന്നു. ഹല്ലേലൂയ.
നിങ്ങളുടെ കുടുംബത്തിൽ പാപം വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്ക് ഇനി എന്താണ് അതിലെ? പല കുടുംബം മദ്യത്തിലാണ്. മദ്യം നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കുന്നില്ലേ? നിങ്ങളുടെ ഷോക്കേസിനകത്തും നിങ്ങളുടെ ഫ്രിഡ്ജിനകത്തും ഒക്കെ മദ്യക്കുപ്പികൾ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? പാപമാണ് പാപം. അല്ലെ? ദൈവസാന്നിധ്യം ഇല്ലാത്ത വീട്ടിലാണ്, ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്തവന്റെ വീട്ടിലെ ഫ്രിഡ്ജിനകത്തും അലമാരിക്കകത്തും ഷോക്കേസിനകത്തും ബ്രാൻഡി കുപ്പികൾ നിറഞ്ഞിരിക്കും. ദൈവസാന്നിധ്യം ഇല്ലാത്ത വീട് സാത്താന്റേതായതുകൊണ്ട് ആ വീട്ടിനകത്ത് ഇതുണ്ടായിരിക്കും. എന്റെ ഏരിയ ദൈവസാന്നിധ്യമില്ലാത്ത വീട്ടിലാണ് സീരിയലും സിനിമയും റിയാലിറ്റി കോമഡിയൊക്കെ കണ്ട് പലരും പൊട്ടിച്ചിരിച്ച് ആഘോഷിച്ച് ആർത്തിരമ്പി ഇവിടുത്തെ സുഖം അനുഭവിക്കും. ദൈവസാന്നിധ്യം ഇല്ലാത്തത് കൊണ്ടാണ്. ദൈവസാന്നിധ്യം ഈ പേക്കൂത്തൊന്നും അവിടെ വെച്ച് കാണത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം ഇതാ, ഈ പേക്കൂത്തുകൾ വെറുക്കൂത്തുകളൊന്നും നിങ്ങൾ കണ്ട് നിന്റെ കുടുംബത്തിന്റെ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തി കളയരുത്. കൂടാതെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവസാന്നിധ്യമില്ല എന്നുള്ളതിന് പല തെളിവുകളുണ്ട്. കാരണം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പാള പോലത്തെ ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ടല്ലോ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വലിയ മൊബൈൽ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പക്ഷെ ഞാനത് പാപത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. ഞാൻ ദൈവിക സന്ദേശങ്ങൾക്കും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈലിനകത്ത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന അശ്ലീലങ്ങൾ പലപ്പോഴും നിങ്ങളെ പാപത്തിലേക്ക് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലേലൂയ. അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ പാപം. അതുകൊണ്ട് ചെയ്യപ്പെട്ട സകലരുടെയും ജീവിതത്തിൽ പാപം പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അല്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, ഒരു ക്രൈസ്തവനായതുകൊണ്ട് സ്വർഗത്തിൽ പോകട്ടെ. പക്ഷേ പാപിനിയായ സ്ത്രീക്ക് യേശു അല്ലേലൂയ പാപമോചനം നൽകിയതുപോലെ നിരവേക്കാർക്കും ദൈവം പാപമോചനം കൊടുത്തതുപോലെ നിലവിലെ അനർത്ഥത്തെ കുറിച്ച് കർത്താവ് അനുഭവിച്ച ന്യായവിധിയെ വിടിവിച്ചതുപോലെ നീ ദൈവസന്നിധിക്ക് വരുന്നെങ്കിൽ നിന്റെ പാപത്തിന് പരിഹാരം യേശു നൽകും. രക്തം ചെയ്യും. അല്ലേലൂയ. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങൾ വിടിവിക്കപ്പെടട്ടെ. ചില കുടുംബങ്ങൾക്കകത്ത് തലമുറയിൽ ചില സഹോദരന്മാർ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഈ ലോകത്തിന്റെ വെറുക്കൂത്തുകളും പേക്കൂത്തുകളും അടങ്ങിയിരിക്കുന്ന പാപസ്വഭാവങ്ങൾ കൊണ്ട് നിറയപ്പെട്ട് ദൈവത്തെ ആരാധിക്കാൻ സമയമില്ലാതെ, ദൈവത്തെ സ്തുതിക്കുവാൻ സമയമില്ലാതെ, ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആക്കുവാൻ കഴിയാതെ, ഹൃദയത്തിൽ എഴുതുവാൻ കഴിയാതെ ലോകത്തിന്റെ സുഖങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങൾക്കകത്ത് നിറഞ്ഞു നിൽക്കുന്ന ശാപങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. നിന്റെ കുടുംബം ശാപത്തിലല്ല വളരേണ്ടത്. നിന്റെ കുടുംബത്തിനകത്ത് ശാപമല്ല നിൽക്കേണ്ടത്. നിന്റെ കുടുംബത്തിനകത്ത് ദൈവസാന്നിധ്യം വേണ്ടത്. പലരും പറയാറുണ്ട്, പാസ്റ്റർ കുടുംബത്തിൽ ഭയങ്കര ശാപമാ, തലമുറയിൽ ഭയങ്കര ശാപമാണ്, മക്കൾക്ക് ഭയങ്കര ബന്ധനമാ, മക്കൾ ഭയങ്കര കെട്ടില്ല, ഭർത്താവ് ഭയങ്കര കെട്ടിനാ, ബന്ധനത്തിനകത്താ, ഞങ്ങൾക്ക് ഭയങ്കര പോരാട്ടമാണ്, ദേശത്തിന്റെ ശക്തി ഞങ്ങൾക്ക് ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പലരും പറയാറുണ്ടല്ലേരിയ. അത് വാസ്തവം തന്നെ. പക്ഷേ എന്തുകൊണ്ടാണ് നിന്റെ കുടുംബത്തിനകത്ത് ശാപം മാറാത്തത്? പ്രൈസലോ. നിന്റെ കുടുംബത്തിനകത്ത് ശാപം മാറാത്തത്, നിന്റെ കുടുംബത്തിനകത്തെ പാപം മാറാത്തത് എന്തുകൊണ്ടാണ്? നിന്റെ ജീവിതത്തിന്റെ ക്രമക്കേട് കൊണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ക്രമക്കേട് കൊണ്ടാണ് നിങ്ങളുടെ കുടുംബം പാപമോചനം പ്രാപിക്കാത്തത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പരിശീലിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ഹൃദയത്തിലും പത്രോസിന്റെ പ്രസംഗം കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പത്രോസ് വലിയ വിദ്യാസമ്പന്നും അല്ലായിരുന്നു, ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. എന്നാൽ പത്രോസിന്റെ ഒരു പ്രസംഗത്തിനകത്ത് 3000 പേർ രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റു. അവർ പത്രോസിന്റെ പ്രസംഗം കേട്ടത് കൊണ്ടല്ല, പത്രോസിൽ ഇറങ്ങി പത്രോസിന്റെ പ്രസംഗത്തിൽ വെളിപ്പെട്ട ദൈവസാന്നിധ്യമാണ് 3000 പേര് അന്ന് പെന്തക്കോസ്ത് നാളിൽ സ്നാനപ്പെടാൻ കാരണമായത്. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 2:37 വായിച്ചാൽ കാണാൻ കഴിയും. പത്രോസിന്റെ വിദ്യാഭ്യാസം ഇല്ലാത്തവനാ, അല്ലേ? അവനും മീൻപിടുത്തക്കാരനെന്നാണ് നമ്മൾ അവരെ പിടിച്ചു പഠിക്കുന്നത്. പക്ഷേ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് കഴിഞ്ഞ് ദൈവസാന്നിധ്യത്തിന്റെ ദൈവസാന്നിധ്യ നിറവിലെഴുന്നേറ്റ് പത്രോസ് ഒറ്റ പ്രസംഗം, അല്ലേരിയ. ആ പ്രസംഗത്തിനകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ എന്ത് ചെയ്തു? പാപികളായിരിക്കുന്ന 3000 പേരുടെ ഹൃദയത്തിൽ പാപബോധം ഉളവായി. പാപിനിയായി സ്ത്രീക്ക് പാപബോധം ഉളവായതുപോലെ 3000 പേരുടെ ഹൃദയങ്ങളിൽ പാപബോധം ഉളവായി. അവർ ഓടി വന്ന് അവർ ചോദിക്കും, ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് പറഞ്ഞു, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് പാപത്തിന് ശുദ്ധീകരണം വരുത്തുവാൻ. അതെ, അന്ന് സ്നാനമേറ്റ് 3000 പത്രോസിന്റെ പ്രസംഗത്തിനകത്ത് ഇറങ്ങി വന്ന ദൈവസാന്നിധ്യം. അല്ലേലൂയ. ഇവിടെ കേൾക്കുന്ന പ്രശ്നീകത, ദൈവസനി നീണ്ട സമയം കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ദൈവസാന്നിധ്യത്തോടെ ആരാണ് ദൈവവേല ചെയ്യുന്നത് അവർക്ക് അല്ലെങ്കിൽ തീർച്ചയായും നല്ല ആത്മീയ കൊയ്ത്ത് ലഭിക്കും. പത്രോസും കൂടെ ഉണ്ടായിരുന്ന 120 പേരുകൂടെ
ആ മാളിക മുറിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ദീർഘനേരം സമയം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ. ദീർഘ ദിവസങ്ങൾ അവർ ദൈവത്തിന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവരുടെ ഉള്ളിലേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങി വന്നു. അവർ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. കൃപകൾ ഏറ്റെടുത്തു, കൃപാവരങ്ങൾ ഏറ്റെടുത്തു. അഭിഷേകത്തോടെ എഴുന്നേറ്റ് പത്രോസ് പ്രസംഗിക്കാൻ തുടങ്ങി. അവിടെയാണ് ജനത്തിൽ വിടുതൽ നടക്കുന്നത്. അവിടെയാണ് ജനം മാനസാന്തരപ്പെട്ടത്. അവിടെയാണ് സുവിശേഷ ശക്തി സാന്നിധ്യം വെളിപ്പെട്ടത്. യേശുവിന്റെ സാന്നിധ്യം അങ്ങോട്ട് നിറയുവാൻ തുടങ്ങി. അങ്ങനെ പത്രോസിന്റെ പിന്നത്തെ പ്രസംഗത്തകത്ത് 3000 5000 പേരായി. ഹല്ലേലൂയ. അത് നിങ്ങൾ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, ഒരുങ്ങുന്നവനാണെങ്കിൽ നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ദൈവം വലിയ കൊയ്ത്ത് തരും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് അഭിഷേകം പ്രാപിച്ചാൽ ദൈവസാന്നിധ്യത്താൽ നിങ്ങൾ നിറയപ്പെടും. ഹല്ലേലൂയ. ദൈവസാന്നിധ്യത്തിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ പ്രാർത്ഥിക്കുമ്പോൾ രോഗി സൗഖ്യം പ്രാപിക്കും, ഭൂതങ്ങൾ അലറിയോടും, സാത്താന്യ ശക്തികൾ വിട്ടുപോകും, ജനം സ്വതന്ത്രമായി മാറും. ഹല്ലേലൂയ. ദൈവസാന്നിധ്യത്തോടെ നീ ശുശ്രൂഷിക്കുമ്പോൾ കുടുംബത്തിന്റെ ശാപങ്ങൾ പാപങ്ങളെ മാറ്റുന്ന വിധത്തിലുള്ള ദൈവിക ശുശ്രൂഷ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ ശാപത്തെ മാറ്റുവാനും ബന്ധനത്തെ മാറ്റുവാനും നീ ലോകം മുഴുവൻ ഓടി നടക്കണ്ട. നീ മലകൾ കയറി ഇറങ്ങണ്ട, തീർത്ഥാടനം നടക്കണ്ട, നീ കുരിശ് ചുമക്കണ്ട. നീ നേർച്ച കാഴ്ചകൾ വഴിപാടുകൾ നടത്തണ്ട. നിന്റെ ശരീരത്തെ നിർമ്മിപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയൊന്നും വേണ്ട. ഹല്ലേലൂയ. നിനക്ക് പാപബോധം വേണമെങ്കിൽ പാപിനിയായ സ്ത്രീ യേശുവിന്റെ പാദപീഠത്തിൽ വന്നിരുന്ന് കണ്ണുനീരോടെ കരഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ നീ ദൈവസന്നിധിയിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നെങ്കിൽ യേശു നിനക്ക് പാപബോധം തരും. ഹല്ലേലൂയ. യേശുവിനെ പാപമോചനം തരും. യേശുവിന്റെ പാപത്തിന് വിടുവിക്കുന്നതിന്റെ കുടുംബത്തിന് ബന്ധനം കഴിയാൻ തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ യേശുവിലേക്ക് വരണം. രക്തം ചെയ്യും. അപ്പൊ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടിരുന്ന ദൈവസാന്നിധ്യം ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മോശയുടെ മുഖത്ത് ദൈവ തേജസ് നിറഞ്ഞതുപോലെ നിങ്ങളുടെ മുഖത്തും ദൈവ തേജസ് നിറയപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ദൈവസൻ വായിക്കുമ്പോൾ അപ്പം വിശുദ്ധമായ ജീവിതം നയിക്കണം. വിശുദ്ധമായ ജീവിതം നയിക്കുമ്പോഴാണ് കർത്താവ് ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ നമ്മുടെ ഉള്ളിലാക്കി നമ്മുടെ ഹൃദയത്തിൽ എഴുതുകയുള്ളൂ. വിശുദ്ധിയുടെ പ്രമാണം, ഹല്ലേലൂയ, നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും ദൈവം എഴുതുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധിയുടെ പ്രമാണം നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ദൈവം എഴുതാൻ ആഗ്രഹിക്കുന്നു. ആ വിശുദ്ധിയുടെ പ്രമാണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിത വിശുദ്ധിയുള്ളവരായി മാറി. ഞാൻ വായിച്ച വചനത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനമുള്ള ലൂക്കോസിന് ശേഷം ഹല്ലേലൂയ. സ്തോത്രം 7-ാം അധ്യായം ഹല്ലേലൂയ. അതിന്റെ 36, 37, 38 വാക്യമാണല്ലോ. പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിരുന്നു. ആ പട്ടണത്തിൽ പാപിനിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്ന് പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി. അവിടെ ഉള്ളിൽ പാപബോധമുളവായി. അവൾക്ക് പാപമോചനം ലഭിച്ചു. അവൾ ദൈവ സാന്നിധ്യം അനുഭവിച്ചു. അവളെ കുറിച്ച് ഇന്നും ലോകം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതേ നിനക്കും പാപമോചനം തരുവാൻ ദൈവം ആഗ്രഹിക്കുക. ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കണ്ണുകൾ അടച്ചാട്ട് ഇന്ന് പകൽ നിങ്ങളെ ദൈവസാന്നിധ്യം അനുഭവിക്കണം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ട് സകല ജനതയും നിങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവ്, ഈ ജനത്തിന് പാപബോധം കൊടുക്കണമേ, അകൃത്യങ്ങൾ വിടിവിക്കണമേ. ശാപത്തിൽ നിന്ന് പാപത്തിൽ ജനം വിടിവിക്കപ്പെട്ട് ലോകത്തിന്റെ മാലിന്യങ്ങൾ പേക്കൂത്തും വെറുക്കൂത്തും ഒക്കെ വിട്ട് ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾ വിട്ട് മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് പാപിനിയായ സ്ത്രീ ദൈവസാന്നിധ്യം അനുഭവിച്ചതുപോലെ നിലവിലെ ജനവും മോശയും ദൈവസാന്നിധ്യം അനുഭവിച്ചതുപോലെ ഈ ജനം ദൈവസാന്നിധ്യം അനുഭവിച്ചു കുടുംബത്തിനകത്ത് ദൈവിക സാന്നിധ്യം നിറയപ്പെട്ട കുടുംബങ്ങളായി മാറും പ്രാർത്ഥിക്കുന്നു. കേരളത്തിലും ലോക രാജ്യങ്ങളിൽ 800 കോടി ജനത്തിനായി തലമുറകൾക്കായി ജനകർത്താവ് വിസമുരിസന്മാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മത സാമൂഹ്യ സാംസ്കാരിക സംഘടന, ചരിത്ര മാധ്യമ മീഡിയ രംഗം, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, സഹകരണമേലും പുതുമേലും ആരോഗ്യ വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലയിലായിരിക്കുന്നവർ, ബാങ്കിംഗ് മേഖലയിലായിരിക്കുന്നവർക്കായി കൺസ്ട്രക്ഷൻ രംഗത്ത്, മെക്കാനിക് മോട്ടോർ രംഗത്ത് യൂണിയൻ, സകല ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ഓർത്ത് പ്രാർത്ഥി. കടലിലെ വാസികളെ, തീരദേശവാസികളെ, മത്സ്യത്തിനായി കടന്നുപോയിരിക്കുന്നവരെ, അല്ലെങ്കിൽ വഴുതി
ചെറുതുമായിരിക്കുന്ന എല്ലാ വ്യാപാരി വ്യവസായ വഴിയോര കച്ചവടക്കാരെ, എല്ലാ ക്ഷീരമേഖലയും കാർഷിക മേഖലയായിരിക്കുന്നവരെ, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവ്, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവർ, രാജാക്കന്മാർ, പ്രധാനമന്ത്രി, ഗവർണർ, പട്ടാള മേധാവ്, ഗോത്രമ ദ്വീപുകളെ, ആദിവാസി മേഖലയെയും ജനത്തെയും അധികാരികളെയും, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന സൈന്യത്തിന്, VSCRB ക്രമസമാധാന പാലകരെ, നിയമമാണ് രംഗത്തെ രഹസ്യ വിഭാഗങ്ങളെ, പോലീസിന്റെ, കോടതി, ജുഡീഷ്യൽ വിവിധ ഭാഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ സ്തോത്രം. എല്ലാ ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യൗവനത്തിൽ, വാർത്തരും തടവറയായിരിക്കും സകല ജനത്തെയും മദ്യത്തിൽ മയക്കും വാത്സല്യത്തിൽ കടുമുട്ട് കിടക്കുന്നവർ, ശാപത്തിന് കീഴിൽ കിടക്കുന്നവർ, രോഗവേദനകൾ ഭാരപ്പെടുന്നവർ, സമാധാനം നഷ്ടപ്പെടും, കുടുംബജീവിതം തകർന്നവർ, തലമുറയില്ലാതെ ഭാരപ്പെടുന്ന വിവാഹപ്രായം എത്തി നിൽക്കുന്നവർ, വിവാഹം കർത്താവ് കഴിഞ്ഞിട്ടും വിവാഹം കുടുംബജീവൻ ചിന്ന ഭിന്നമായി മാറിയവർ, അല്ലേലൂയ, വിവിധ ശാപത്തിൽ മഹാവ്യാധികൾ കടന്നു പോകുന്നവരെ എല്ലാം ഞാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കും. വിദേശ രാജ്യം കഷ്ട സഹിക്കുന്ന സൗരന്മാർ, ജോലി നഷ്ടപ്പെടുന്ന, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, വിസ പുതുക്കിട്ട് ഭാരപ്പെടുന്ന, പാസ്പോർട്ട് നഷ്ടപ്പെട്ട നാട്ടിലേക്ക് കടന്നതിന് വേണ്ടി ഭാരപ്പെടുന്നവർ, മണലാഴ്ത്തി വേദന അനുഭവിക്കുന്ന എല്ലാം ഞാൻ ഓർക്കുന്ന കർത്താവേ, തീവ്രവാദ ഭീകരം വർഗീയപ്പെട്ട് കിടക്കുന്നവർക്കായി എല്ലാവരും മടങ്ങിവരെ കൊടുക്കണമേ. ജനം പാപബോധം പ്രാപിച്ച് വിശുദ്ധ ജീവിത നയിപ്പാൻ ഈ ജനത്തിന്റെ ആത്മീയ കണ്ണുകൾ തുറക്കണ്ടായി പ്രാർത്ഥിക്കുന്നു. ലോകമ്പാടി നടക്കുന്ന വിശുദ്ധമായ കൂട്ടായ്മകളെ അനുഗ്രഹിക്കണമേ. ആമേൻ. പാടി ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പാവബോധപൂർവമായി ദൈവസ്ഥാനെ അനുവദിച്ച് ഭരണത്തിലേക്ക് മടങ്ങുവാൻ, സന്തോഷത്തോടെ മടങ്ങുന്ന നല്ല ശുശ്രൂഷകൾ ഇന്ന് മകൾ സഭയിൽ നടക്കുവാൻ ദൈവങ്ങളിലേക്ക് കർത്താവിന്റെ വേദിക്ക് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാർ, ആമീൻ, ദൈവജനത്തിന്റെ കുടുംബങ്ങൾക്കകത്തെല്ലാം ദൈവസാന്നിധ്യം നിറയപ്പെടണം. പലരും പാപത്തിൽ വീണ് കിടക്കുന്നു. ഈ ലോകത്തിന്റെ ദിവ്യാഗ്രഹത്തിന് അകപ്പെട്ട് ഈ ലോകത്തിന്റെ സുഖങ്ങൾ വീണ് കിടക്കുന്ന അനവധി ആളുകളുടെ കർത്താവേ, അവർക്ക് വിടുതലും മോചനം കൊടുക്കണമേ, ഒരു മാനസാന്തരം കൊടുക്കണമേ. അടിയെ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. സകല ജനത്തെ അനുഗ്രഹിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശു കർത്താവിന്റെ വിളിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.